ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മലയാള സാഹിത്യ മാതൃകൾ 4ാം സെമസ്റ്ററുള്ള ഒരു ബുക്കാണ്. അതിൽ 4 ബ്ലോക്കുകളിൽ 4ാമത്തെ ബ്ലോക്കിൽ 3ാമത്തെ യൂണിറ്റാണ് വരുമോ വസന്തം. ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥയാണ്. ജെറീന എന്നാണ് അവരുടെ പേര്. ഹിജഡ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർമാരെ പറയുന്ന പേരാണ് കേട്ടോ. ആരാണ് ട്രാൻസ്ജെൻഡർ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയുക പ്രയാസമായിരിക്കും. നിലനിൽക്കുന്ന ധാരണകളെ മുൻനിർത്തി മാത്രമേ ട്രാൻസ്ജെൻഡർ എന്ന പദത്തെ നിർവചിക്കാൻ കഴിയൂ. പുരുഷ ശരീരത്തിനുള്ളിലെ സ്ത്രീ ശരീരത്തിനുള്ളിലെ പുരുഷ സ്വത്വമെന്നോ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് സാമാന്യമായി പറയാം. ജെറീനയുടെ ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ എന്ന കൃതിയാണ് മലയാളത്തിൽ കർത്തൃപദവിയിലേക്ക് ഉയർന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ രചന എന്നത് പറയാം. വിജയൻ കൊടഞ്ചേരിയും ഹരിബിയും ചേർന്നാണ് രചന നിർവചിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ കേരളത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ബാംഗ്ലൂരിൽ എത്തപ്പെട്ട വ്യക്തിയാണ് ജെറീന. ലൈംഗിക ലിംഗ ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പോരാടുന്ന ബാംഗ്ലൂർ സംഗമയിലെ മനോഹരനും സഹപ്രവർത്തകർക്കും ആണ് ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ട്രാൻസ്ജെൻഡറുകളുടെ സാഹിത്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് കൂടിയാണ് ഈ കൃതി. ഹിജഡ കൂട്ടായ്മയിൽ എത്തപ്പെടുന്ന ട്രാൻസ്ജെൻഡറുകളുടെ ജീവിതമാണ് ജെറീന മുഖ്യമായും അവതരിപ്പിക്കുന്നത്. ഹെഡ്മാസ്റ്ററുടെ ചുംബനം, പ്രഭ എന്ന പ്രഭാകരനും എൻ്റെ സ്ത്രൈണ ചാബല്യങ്ങളും, ആൾസൂരിലേക്ക് പോകും പാതകൾ, ഹമാം ദിനങ്ങൾ, കിനാക്കൾ പൂത്ത കാലം, നടവഴിയിലെ കരിയിലകൾ, വരുമോ വസന്തം എന്നിങ്ങനെ 7 അധ്യായങ്ങളിലായി ജെറീനയുടെ ജീവിതകഥ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൈംഗിക ന്യൂനപക്ഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതും അവരുടെ ദൃശ്യത അടയാളപ്പെടുത്തി വികസിച്ചു വന്നതുമായ സിദ്ധാന്തമാണ് ക്വിയർ സിദ്ധാന്തം. ക്വിയർസ് തിയറി LGBTIQ+ എന്ന ചുരുക്കെഴുത്തുകൊണ്ട് ക്വിയർ കൂട്ടായ്മയെ അടയാളപ്പെടുത്തുന്നു. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ്, ക്വിയർ, അസെക്ഷൽ എന്നിങ്ങനെ ഐഡന്റിറ്റി അടയാളപ്പെടുത്തിയവരും അല്ലാത്തവരുമായ ലൈംഗിക വൈവിധ്യം പോറുന്നവരെ ക്ലിയർ കൂട്ടായ്മ ഉൾക്കൊള്ളുന്നു. ക്ലിയർ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മേൽപ്പറഞ്ഞ വിഭാഗത്തിൽ അടിയുറച്ച ഒരാണോ പെണ്ണോ ഇല്ല എന്നുള്ളതാണ്. അവർക്കിടയിൽ ബന്ധങ്ങളെയും വൈവിധ്യങ്ങളിലും നിലവിലിരിക്കുന്ന സാമൂഹ്യ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ ഒതുക്കി നിർത്താനാവില്ല. ആണത്ത അധികാര വ്യവസ്ഥ കലഹം പ്രഖ്യാപിച്ച ക്ലിയർ ജനത തങ്ങളുടെ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി ക്ലിയർ കൂട്ടായ്മയ്ക്കുള്ളിൽ ഒന്നിച്ചു നിൽക്കുന്നു. നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. ട്രാൻസ്ജെൻഡർ ആയതിനാൽ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ജെറീനയുടെ ജീവിതകഥയാണ് ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം. ആണിനും പെണ്ണിനും അപ്പുറമുള്ള ലൈംഗിക വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന കേരള സമൂഹത്തെ ഈ കൃതി കൃത്യമായി അടയാളപ്പെടുത്തുന്നു. കേരളത്തിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട ഹിജഡ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നവരുടെ ജീവിത കാഴ്ചകളാണ് ഈ ഗ്രന്ഥം. സുരേന്ദ്രനോടൊപ്പമുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിന് പിന്നീടുണ്ടായ പരിവർത്തനത്തെക്കുറിച്ചും ഓർമ്മകൾ ജെറീന പങ്കുവയ്ക്കുന്നുണ്ട്. സുരേന്ദ്രനോടൊപ്പമുള്ള ജീവിതത്തിനിടയിൽ താനൊരു സ്ത്രീയാണെന്നുള്ള ബോധ്യം തന്നിൽ രൂപപ്പെട്ടതായി ജെറീന പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ, ഹിജഡ എന്നീ നാമങ്ങളുടെ വ്യത്യാസത്തെക്കുറിച്ചും ജെറീന മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ നന്മകൾക്കിടയിലും തങ്ങളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വൈരുദ്ധ്യം ജെറീനയെ അല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. വാർദ്ധക്യകാലം ഹിജഡകളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും അമ്മയാകാനുള്ള തൻ്റെ ആഗ്രഹം ജെറീന മറച്ചു വയ്ക്കുന്നില്ല. ചില തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചിരുന്നു. സാമൂഹ്യ വിരുദ്ധരുടെയും പോലീസുകാരുടെയും ഉപദ്രവങ്ങൾ പലപ്പോഴും ഒരു വേദനയായി അവരിൽ അവശേഷിച്ചു. സിനിമയും മാധ്യമങ്ങളും അവരെ ചിത്രീകരിക്കുന്നതിലുള്ള വൈരുദ്ധ്യം അവരുടെ പ്രതീക്ഷകളെ തകർക്കുന്നതായിരുന്നു. എന്നാലും ചില സ്വപ്നങ്ങളൊക്കെ എന്നും തങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ ഓരോ വ്യക്തിയും കരുതുകയാണ്. ഒരു ഹിജഡയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ വരുമോ വസന്തം എന്ന ഭാഗത്തിലെ ജെറീന തൻ്റെ അനുഭവങ്ങളുടെ സ്വപ്നങ്ങളും നിരാശകളും പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കുകയാണ്. നമുക്ക് നോക്കാം അതെന്താണെന്ന്. വരുമോ വസന്തം. ജെറീന ജീവിത പങ്കാളിയായി സ്വീകരിച്ച സുരേന്ദ്രൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു.
കൊണ്ടാണ് വരുമോ വസന്തം എന്ന അധ്യായം ആരംഭിക്കുന്നത്. ജെറീന പറയുന്നു, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഊഷ്മളതയും അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും എന്തെന്ന് ഇന്നെനിക്കും ശരിക്കറിയാം. ഞാനൊരു പരിപൂർണ സ്ത്രീയാണെന്ന് അംഗീകരിച്ച ആദ്യത്തെയും അവസാനത്തെയും പുരുഷ സുരേന്ദ്രനാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പുരുഷ ഫീലിംഗ് ഉണ്ടായിട്ടില്ലാത്ത എന്നെ പുരുഷനായി എല്ലാവരും ചിത്രീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ തൊട്ടറിഞ്ഞത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഒരു സ്ത്രീയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതും ഇനിയുള്ള ജീവിതം സ്ത്രീയായി തന്നെ ജീവിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ എത്തിയതും. ജെറീനയും സുരേന്ദ്രനും തമ്മിലുള്ള 6 വർഷക്കാലത്തെ പ്രണയവും ദാമ്പത്യവും വേർപിരിയലും കിനാക്കൾ പൂത്ത കാലം, നടവഴിയിലെ കരിയിലകൾ എന്നീ അധ്യായങ്ങളിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. 6 വർഷത്തെ ദാമ്പത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സുരേന്ദ്രനിൽ വന്നു ചേർന്ന മൗനം ജെറീനയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അവർ അതിൻ്റെ കാരണം അന്വേഷിച്ചു ചെന്നപ്പോൾ സുരേന്ദ്രൻ്റെ അമ്മ അയച്ച ഒരു കത്ത് ലഭിക്കുകയുണ്ടായി. കത്ത് വായിച്ചതോടെ സുരേന്ദ്രനിലുണ്ടായ അസ്വസ്ഥതയുടെ കാരണം ജെറീന കണ്ടെത്തി. അവർ സുരേന്ദ്രനെ മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. സുരേന്ദ്രൻ നാട്ടിലേക്ക് തിരിച്ചതോടെ അർദ്ധഭാഗം നഷ്ടപ്പെട്ട പക്ഷിയെ പോലെയായി ജെറീന. സുരേന്ദ്രൻ ഗിരിജ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു ശേഷം ജെറീന അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എങ്കിലും സുരേന്ദ്രൻ്റെ മരണം ജെറീനയെ വല്ലാതെ തളർത്തി. തുടർന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിലുള്ള തൻ്റെ ജീവിതത്തെയും തനിക്ക് ചുറ്റുമുള്ള ലോകത്തെയും അവർ വിലയിരുത്തുന്നു. സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഒരു സ്ത്രീയാണെന്ന് ബോധ്യപ്പെട്ടതും ഇനിയുള്ള ജീവിതം സ്ത്രീയായി തന്നെ ജീവിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലെത്താൻ കാരണം. എന്നാൽ സമൂഹം ഹിജഡകളെ സ്ത്രീയായി അംഗീകരിക്കില്ലല്ലോ. ഞങ്ങൾക്കാരാണ് തൊഴിൽ തരിക? സെക്സ് എന്ന കോളത്തിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ എഴുതേണ്ട തേർഡ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാവും? സംശയത്തിൻ്റെ കണ്ണുകളോടെയാണ് ആളുകൾ ഞങ്ങളെ കാണുന്നത്. പണിയെടുക്കാൻ മടിയുള്ളത് കൊണ്ട് വേഷം കെട്ടി ഭിക്ഷയാചിച്ച് നടക്കുന്നവർ എന്നാണ് മിക്കവരുടെയും ധാരണ. ഇത് മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് അറിയാവുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്? സ്ത്രീകൾ ഞങ്ങളെ സ്ത്രീകളായി അംഗീകരിക്കാതിരിക്കുമ്പോൾ പുരുഷന്മാർ അവരുടെ വർഗത്തിലും പെടുത്തുന്നില്ല. ഹിജഡകൾ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? ഇന്നേ വരെയുള്ള എൻ്റെ ലോകപരിചയം വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ നിയമങ്ങളും ഭരണകൂടങ്ങളും സമൂഹവും ഒന്നും തന്നെ ഞങ്ങളെ മനുഷ്യരായി അംഗീകരിക്കുന്നില്ല. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റും പൊതുസ്ഥലങ്ങളിലും കാണുന്ന പബ്ലിക് ടോയ്ലറ്റുകളിൽ മെൻ വിമൺ എന്നെഴുതി കാണും. ഒരു ഹിജഡ ഏത് ടോയ്ലറ്റിലാണ് കയറേണ്ടത്? എണ്ണത്തിൽ തീരെ കുറവായ ഹിജഡകൾക്കായി പ്രത്യേകം ടോയ്ലറ്റുകൾ പണിയണോ എന്നുള്ള ചോദ്യം ഉയരുന്നതാണ്. അതിന് പരിഹാരമുണ്ട്. സാരി ഉടുത്ത ഹിജഡകൾ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിലും അല്ലാത്തവർ പുരുഷന്മാരുടെ ടോയ്ലറ്റിലും പോകട്ടെ. എന്നാൽ സമൂഹം അത് അനുവദിക്കുമോ എന്ന് തോന്നുന്നില്ല. സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ടോയ്ലറ്റുകളിൽ ഒരു ഹിജഡയെ കണ്ടാൽ എന്തായിരിക്കും പുകില്? ഇതേ അനുഭവം തന്നെയാണ് യാത്രയിലും ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഏതോ അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ ഭയത്തോടെ തുറച്ചു നോക്കും. പുരുഷന്മാരുടെ അടുത്തിരിക്കുകയാണെങ്കിൽ സ്ത്രീ സഹജമായ ലജ്ജയും അനുഭവപ്പെടും. ഞങ്ങളുടെ ഇത്തരം പ്രശ്നത്തെക്കുറിച്ച് ആർക്കറിയാം? അല്ലെങ്കിൽ ആർക്കാണ് അതൊക്കെ അറിയാൻ താല്പര്യം? ഗവൺമെൻറ്റിനോ നിയമത്തിനോ താല്പര്യമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രശ്നത്തിൽ പൊതുജനം എത്ര മാത്രം താല്പര്യമെടുക്കും എന്ന് വിശ്വസിക്കുന്നത് വെറുതെയാണ്. IPCC 377 വകുപ്പ് തന്നെ ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാനായി ഉണ്ടാക്കിയ വകുപ്പായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. സ്ത്രീയല്ലാത്ത ഞങ്ങളും ഗേകളുമെല്ലാം എങ്ങനെയാണ് പിന്നെ സെക്സ് വർക്ക് നടത്തേണ്ടത്? നമ്മുടെ നിയമങ്ങളൊക്കെ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാൻസ്ജെൻഡർ എന്താണ് നമുക്ക് നോക്കാം. ട്രാൻസ്ജെൻഡർ എന്നതിന് പകരം ഹിജഡ എന്ന വാക്കാണ് ജെറീന തുടർച്ചയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ട്രാൻസ്ജെൻഡർ ക്ലിയർ കൂട്ടായ്മ മാത്രമാണ് ഹിജഡകൾ. ഹിജഡ കൂട്ടായ്മയിലുള്ള എല്ലാ മനുഷ്യരും ആകണമെന്ന് നിർബന്ധമില്ല. ലൈംഗിക തൊഴിൽ ചെയ്തും ഭിക്ഷാടനം വഴിയും ജീവിത വരുമാന മാർഗം കണ്ടെത്തുന്ന ഈ കൂട്ടായ്മയ്ക്കുള്ളിലെ ജനത സമൂഹത്തിൻ്റെ പല തട്ടുകളിൽ നിന്ന് ആട്ടിയോട്ടിക്കപ്പെട്ടവരോ ഒഴിവാക്കപ്പെട്ടവരോ ആണ്. ആൺ പെൺ അധികാര ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട സാമൂഹ്യ മൂല്യങ്ങൾ ലിംഗവൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. കേരളത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ജെറീന ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മാനുഷിക പരിഗണനകൾ പോലും നിഷേധിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ ജനത നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജെറീന ഇവിടെ സംഗ്രഹിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി മാത്രമായി നിർമ്മിച്ചിരിക്കുന്ന പൊതു ശൗചാലയങ്ങൾ ലിംഗപരമായ വൈവിധ്യം പൂർണ്ണ ജനതയുടെ പ്രാഥമികമായ അവകാശങ്ങളെ പോലും നിഷേധിക്കുന്നു.
ട്രാൻസ്ജെൻഡറുകളുടെ അവകാശ പോരാട്ടത്തിൽ പങ്കുചേരുന്ന ആക്ടിവിറ്റിസ്റ്റുകൾ ഇക്കാര്യങ്ങൾ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ കൗമാരക്കാരാണ് ഞങ്ങളെ തേടിയെത്തുന്നവരിൽ ഏറെയും. മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മദ്യപാന്മാരും ലൈംഗിക വിഷയങ്ങളിൽ വ്യത്യസ്തത തേടുന്നവരുമായിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടോ മറ്റോ ആയിരിക്കുമോ പുതിയ കുട്ടികളുടെ വരവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റുഡൻസിൻ്റെയൊക്കെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. പുതിയ തലമുറയെ ഞങ്ങൾ വഴിതെറ്റിക്കുന്നു എന്ന പഴി കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണിത്. അല്ലെങ്കിൽ തന്നെ പൊതുസമൂഹത്തിന് ദുശകുനമായ ഞങ്ങൾ ഇത്തരമൊരു ഭാരം കൂടി ചുമലിലേറ്റേണ്ടതില്ലല്ലോ. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് ജെറീന പിന്നീട് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നത് നല്ലതാണെന്ന് പൊതുവിശ്വാസമുണ്ട്. ചിലർ 10-15 രൂപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ നാണയം വാങ്ങി സൂക്ഷിച്ചു വെക്കും. വേറെ ചിലർ പറയും, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിച്ചോണേ. ലൈംഗിക തൊഴിലും ഭിക്ഷാടനവുമാണ് ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇരു തൊഴിലിനും സമൂഹം നൽകുന്ന പദവിയെക്കുറിച്ച് ജെറീന സൂചിപ്പിക്കുന്നുണ്ട്. ലൈംഗിക തൊഴിലാളി എന്ന നിലയിൽ ആട്ടിയോടിക്കപ്പെടുമ്പോഴും അനുഗ്രഹത്തിനായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മുൻപിൽ എത്തിച്ചേരുന്ന ബധായി നൽകാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ശ്രീരാമദേവനിൽ നിന്ന് ലഭിച്ചതാണ്. വിശേഷപ്പെട്ട എല്ലാ അവസരങ്ങളിലും ഞങ്ങൾ പങ്കെടുത്ത് ബധായി നൽകാറുണ്ട്. പാട്ടും ഡാൻസും അനുഗ്രഹ വർഷവുമൊക്കെ കലർന്ന ഒരു രീതിയാണ് ബധായിൽ ഉള്ളത്. ഷോപ്പുകളുടെ ഉദ്ഘാടനം, വീടിൻ്റെ കട്ടിളവെപ്പ്, കുട്ടികളുടെ ജനനം തുടങ്ങിയ അവസരങ്ങളിലൊക്കെ ബന്ധപ്പെട്ടവർ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. മോശമല്ലാത്ത തുക ദക്ഷിണയായി നൽകിയാണ് ഞങ്ങളെ മടക്കി അയക്കുക. ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ ഒരേ പദ്ധതിയുടെ പല ഘട്ടങ്ങളിൽ ബധായി നടത്താറുണ്ട്. അതായത് ഒരു ഷോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിന് തറക്കല്ലിടുമ്പോഴും കട്ടിളവെപ്പിൻ്റെ സമയത്തും വർക്കപ്പണി തുടങ്ങുമ്പോഴും വയറിംഗ് ആരംഭിക്കുമ്പോഴും അങ്ങനെ ഒടുവിൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഒക്കെ ബധായി നടത്തുന്നു. വൻ മുതലാളിമാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോശമല്ലാത്ത തുക ദക്ഷിണയായി ലഭിക്കാറുണ്ട്. ഇത്തരം ദക്ഷിണ പിന്നെ സെക്സിൽ നിന്ന് ലഭിക്കുന്ന തുകയും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ജെറീന വിവരിക്കുന്നു. ഇനി ഇവർക്ക് വാർദ്ധക്യം വന്നാലുള്ള അവസ്ഥ. ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലുള്ള ജീവിതത്തിനാണ് ജെറീന തൻ്റെ ആത്മകഥയിലെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഗുരു ചേല ശിഷ്യ ബന്ധങ്ങളിൽ തുടർന്ന ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ അംഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ജെറീന പറയുന്നുണ്ട്. പ്രായമായാലാണത് ഏറെ കഷ്ടപ്പാട്. വൃദ്ധരായ ഹിജഡകളുടേത് വേദനാജനകമായ ഒരു ജീവിതമാണ്. വിശേഷ അവസരങ്ങളിൽ ബധായി നടത്താൻ മിക്ക വൃദ്ധരും മടിച്ചു നിൽക്കുന്നു. വാർദ്ധക്യ സഹജമായ അപകർഷബോധമായിരിക്കാം കാരണം. എങ്കിലും ചിലരെങ്കിലും പങ്കെടുക്കാറുണ്ട്. പ്രായമായവരെ തേടി സെക്സ് വർക്കിന് ആരും എത്തില്ല എന്നതും സ്വാഭാവികമാണ്. പിന്നെ ഏകരക്ഷ ഭിക്ഷാടനമാണ്. ഗുരുവിൻ്റെ ചെലവ് കൂടി നടത്താൻ ചേലകൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇന്ന് അതൊന്നും ശരിയായ രീതിയിൽ നടത്തപ്പെടുന്നില്ല. മുമ്പ് ഒരുപാട് ചേലകളുള്ള ഗുരുവിനെ ഭാഗ്യവതിയായി കണക്കാക്കിയിരുന്നു. കാരണം ഗുരുവിൻ്റെ ഭാവിയും ശോഭനമാണ് എന്നതുകൊണ്ടായിരുന്നു അത്. ഇന്ന് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ആർക്കും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല. സ്വയം തന്നെ വലിയ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ ക്ഷേമാന്വേഷണം നടത്താൻ എവിടെയാണ് നേരം? ഹമാമിൽ നിന്ന് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്ന വൃദ്ധരായ ഹിജഡകളിൽ പലരും മടങ്ങി ചെല്ലാറില്ല. ഭൂതകാലത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ ചെലവഴിച്ച ഹമാമുകളിൽ വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ നിത്യവും വന്നെത്തുന്ന കസ്റ്റമേഴ്സിനാൽ പരിത്യാഗതരാക്കപ്പെട്ട് കഴിയാനുള്ള മനോബലം കുറവായതുകൊണ്ടായിരിക്കാം തെരുവിൻ്റെ ഇരുണ്ട മൂലകളിലും വലിയ സിമൻറ്റ് പൈപ്പുകൾക്കകത്തും കൂടാരമൊരുക്കി അവർ ശിഷ്ടജീവിതം തള്ളി നീക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും തെരുവിൽ നിന്ന് ഒരു വൃത്ത ഹിജഡയുടെ ജഡം കണ്ടെടുക്കുമ്പോൾ നാട്ടുകാർക്ക് കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു ചിരിക്കാൻ വാർത്തയുമാക്കാം. ഞങ്ങളുടെയും ജീവിതം അങ്ങനെയൊക്കെയാവാം, അങ്ങനെയൊന്നും ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഉടനീളം ആട്ടിയോടിക്കപ്പെട്ട അനുഭവങ്ങളാണ് ഒരു കാലത്ത് ട്രാൻസ്ജെൻഡർ ക്ലിയർ കൂട്ടായ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട അവരിൽ വലിയൊരു വിഭാഗവും ഹിജഡ കൂട്ടായ്മകൾക്കുള്ളിൽ എത്തപ്പെടുന്നു. ജെൻഡർ നില വെളിപ്പെടുത്തിയത് മുതൽ പൊതുസമൂഹത്തിൽ നിന്ന് തഴയപ്പെട്ട അവരുടെ നില വാർദ്ധക്യം എത്തുമ്പോൾ കൂടുതൽ പരിതാപകരമായി മാറിയെന്ന് ജെറീനയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ജീവിത സ്വപ്നങ്ങളെ കുറിച്ച് ജെറീന തുടർന്ന് എഴുതുന്നത്, ആർക്കറിയാം നമ്മുടെയൊക്കെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഒരു സ്ത്രീയായി ജനിക്കാനാണ് എനിക്കിഷ്ടം. സഫലമാകാതെ പോയ ഒരു പിടി സ്വപ്നങ്ങൾ സഫലീകരിക്കാനായിട്ടെങ്കിലും ഒരു സ്ത്രീ ജന്മം ലഭിച്ചെങ്കിൽ
എന്നൊരാഗ്രഹം. ഭർത്താവും കുട്ടികളുമൊക്കെയായി ഒരു കുടുംബജീവിതം ഞാനും ആഗ്രഹിക്കുന്നു. കൊച്ചു കുട്ടികളെ എനിക്ക് എന്തിഷ്ടമാണെന്നോ. അവരെ കാണുമ്പോൾ ഒരു സ്ത്രീയല്ലാത്തതിൻ്റെ വേദന, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം ഞാൻ ശരിക്കും അറിയുന്നു. പ്രസവിക്കാൻ കഴിയാത്തതിനാലാണ് ഞങ്ങളുടെ ആൾക്കാർ ദത്തെടുക്കുന്നത്. അമ്മയാവുക എന്ന സ്വപ്നം സഫലീകരിക്കപ്പെടുന്നത് ദത്തിലൂടെയാണ്. എന്നിരിക്കലും 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചിട്ടുണ്ടാകുന്നതിൻ്റെ അനുഭൂതി മറ്റൊന്നിനും ലഭിക്കില്ലെന്ന് തോന്നുന്നു. പുനർജന്മമൊക്കെ ഒരു സങ്കല്പമല്ലേ? ഈ ജന്മത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. സമൂഹം നിർമ്മിച്ച ആൺപെൺ ലിംഗ പദവിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ജെറീന സംസാരിക്കുന്നത്. ക്ലിയർ കൂട്ടായ്മയെക്കുറിച്ചോ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചോ ഉള്ള ധാരണയില്ലായ്മ ജെറീനയുടെ വാക്കുകളിൽ പ്രകടമാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത്തരം പരിമിതികൾക്ക് കാരണമായിരുന്നിരിക്കാം. പരിഹാസങ്ങളും അപമാനങ്ങളും ഏൽക്കാതെ ശിഷ്ടജീവൻ നാട്ടിൽ തന്നെ കഴിയണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ജെറീന പറയുന്നു. നാടെന്നും എനിക്കൊരു ദൗർബല്യമാണ്. പലപ്പോഴും നാട്ടിലൊക്കെ പോയി ഹമാമിൽ മടങ്ങിയെത്തുമ്പോൾ ആകെ ഒരു മൗനതയാണ്. കുറേ നാളേക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ല. ഹമാമിൻ്റെ ഇരുൾ മൂടിയ മുറികളും അതിലെ വൃത്തി കുറഞ്ഞ ജീവിത രീതികളും മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, നാട്ടിൽ പുരുഷനായി കഴിയുന്നതിനേക്കാളും എളുപ്പമാണ് ഇത് എന്ന ആശ്വാസത്തിൽ പൊരുത്തപ്പെടാൻ എളുപ്പമാണ്. അല്പകാലം കൂടി കഴിഞ്ഞാൽ നാട്ടിലെത്തി സ്വസ്ഥമായി ജീവിക്കണമെന്നുണ്ട്. നാട്ടുകാർ സ്ത്രീയാകാൻ അനുവദിച്ചില്ലെങ്കിലും പുരുഷനായെങ്കിലും അവിടെ കഴിയണം. സ്വസ്ഥയും മനസ്സമാധാനവും അവിടെ ലഭിക്കണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ. ഞാൻ നാട്ടിൽ ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇനി അതിലൊരു ചെറിയ വീട് വയ്ക്കണം. വീടിന് ചുറ്റും അല്പം കൃഷിയൊക്കെയായി അങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. എന്നാൽ ഈ ആത്മകഥ എനിക്കൊരു കുരിശാകുമോ എന്ന സംശയം ഇല്ലാതില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യഥാർത്ഥ പുരുഷനാമം വെളിപ്പെടുത്താത്തത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിലാസവും നൽകാത്തത്. ഈയിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ എന്ന് എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതിൽ എൻ്റെ ഫോട്ടോ കണ്ട് എൻ്റെ നാട്ടുകാർ എന്നെ തിരിച്ചറിഞ്ഞു. വീട്ടിൽ നിന്ന് ചീത്തയും അടിയും വേണ്ടുവോളം കിട്ടി. അതുകൊണ്ടാണ് പുസ്തകത്തിൽ എൻ്റെ ഫോട്ടോ ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം. ജീവിതത്തിൻ്റെ നീണ്ടകാലം ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിൽ ചിലവഴിച്ച ജെറീനയ്ക്ക് നാടൊരു വിദൂര സ്വപ്നമാണ്. സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതുകൊണ്ട് തൻ്റെ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ജെറീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നുണ്ടായ പ്രതികരണം എപ്രകാരമാണെന്ന് അവർ പറയുന്നുണ്ട്. ക്ലിയർ കൂട്ടായ്മയുടെ അവകാശങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ലാതിരുന്ന സാമൂഹ്യ സാഹചര്യത്തെ കൂടി ജെറീനയുടെ ആത്മകഥയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. സ്ത്രീയാകാനുള്ള ആഗ്രഹം പോലെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. സ്വപ്നങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും ഇനിയൊരു ഹിജഡയായി ജനിക്കരുതേ എന്നാണ് ഞാൻ ഏറ്റവും വലിയ പ്രാർത്ഥന. സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു ഭാരമാണെന്ന് പ്രഖ്യാപിക്കുന്ന വാക്കുകൾ ജെറീന ആത്മകഥയിൽ ചേർത്തിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും അപ്പുറം ലിംഗാവസ്ഥകളും ലൈംഗിക അവസ്ഥകളുമുണ്ട്. ആണത്ത ബോധത്തിൽ നിർമ്മിച്ച സാമൂഹിക അധികാര ഘടനയാണ് സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ ഹെഡ്രോസെക്ഷൻ ബന്ധങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട വേർതിരിവുകളെ മുന്നോട്ട് വെച്ചത്. അവയെ ചെറുക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യാശകളെക്കുറിച്ചാണ്. ജീവിതത്തെക്കുറിച്ച് ജെറീനയ്ക്ക് ഏറെ പ്രത്യാശയുണ്ട്. ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയി ജീവിച്ചാലോ എന്ന് പല തവണ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ തോന്നി വേണ്ടെന്ന്, കുറേ കൂടി കഴിയട്ടെ, അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയാനുള്ള വരുമാനമൊക്കെ ആകട്ടെ, എന്നിട്ട് പോകാം. പക്ഷേ നാട്ടിലേക്ക് മടങ്ങിപ്പോയ ഹിജഡകളെല്ലാം ഹമാമിൽ തന്നെ തിരിച്ചു വന്ന് അഭയം തേടിയതിൻ്റെ ഓർമ്മകൾ മനസ്സിനെ വിഫലമാക്കുന്നു. ഹമാമിലെ ജീവിതം മടുത്ത് നിരവധി കൂട്ടുകാർ നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അവർക്കാർക്കും സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. പലരും കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മടങ്ങി വന്ന് പലരും അപമാനങ്ങൾ കടിച്ചൊതുക്കി ജീവിക്കുന്നു. ഗുദ് എന്നും ഗാണ്ടു എന്നും വിളികേട്ട് മടുത്ത് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ ചിലരുണ്ട്. ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നു, അത്ര തന്നെ. അപമാനങ്ങളുടെയും അവഹേളനങ്ങളുടെയും ഇടയിലായിരുന്നു ജെറീനയുടെ ജീവിതം. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങളെക്കുറിച്ച് ജെറീന ബോധവതിയല്ല. കുടുംബം, കുട്ടികൾ തുടങ്ങിയ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട മനസ്സാണ് ജെറീനയുടേത്. നാട്ടിലേക്ക് മടങ്ങിപ്പോയവരുടെ ജീവിതവും അവർ ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനഭാരവും ജെറീനയെ മടങ്ങിപ്പോക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. തുടർന്ന് ജെറീന എന്ന പേര് സ്വീകരിച്ചതിന് പിന്നിലെ കഥ പറയുകയാണ്. ഹൈദരാബാദിൽ വെച്ചാണ് സന്ധ്യ എന്ന പേര് മാറ്റി ജെറീന എന്ന പേര് സ്വീകരിക്കുന്നത്. ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയപ്പോൾ ജെറീനയുടെ ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ അമ്മ മണിലത പേര് കേട്ട് ഞെട്ടുകയും ജെറീനയെ ചേലയായി സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ ജീവിതത്തെക്കുറിച്ച് ജെറീന പറയുന്നു. ഒരേ ഒരു ജന്മത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം ബന്ധങ്ങളായി. ജ്യേഷ്ഠത്തി, അനുജത്തി, അമ്മ, മകൾ, ഗുരു, ചേല ബന്ധങ്ങൾ. ഇതുപോലെ തന്നെ ഹമാമിലുള്ളവരുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. മണിലതയും ഞാനും ഒരേ ഹമാമിലെ രണ്ടാക്കി തിരിച്ച്
മേൽനോട്ടം വഹിച്ചു വരികയാണ്. ഒന്നിൻ്റെ ഉടമസ്ഥ ഇപ്പോൾ ഞാനാണ്. ഇവിടെ ഞങ്ങളെ പോലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കും. കുറേ നാൾ സെക്സ് വർക്ക് ചെയ്ത് മറ്റൊരു ഹമാമിലേക്ക് പോകും. അപ്പോൾ വേറെ ചിലർ എത്തിച്ചേരും. ജമാഅത്തിൽ ഒന്നിച്ച് കാണുന്നതിനാൽ എല്ലാവർക്കും അന്യോന്യം പരിചയമുണ്ടാവും. ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടുകാരിയായ ഷീലയുണ്ട്. അവൾ മുമ്പ് പഞ്ചാബിലെ പാനിപ്പത്തിലും സോണിപ്പത്തിലും കർണാലിലും അംബാലയിലും ലുധിയാനയിലും കൂടാതെ ദില്ലിയിലുമൊക്കെ സെക്സ് വർക്ക് നടത്തിയിട്ടുമുണ്ട്. ഇതിൻ്റെ അനന്തരഫലങ്ങൾ, കോൺസിക്വൻസ്, തിക്താനുഭവങ്ങൾ. തുടർന്ന് തൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരുമായി മറ്റു ട്രാൻസ്ജെൻഡറുകളെക്കുറിച്ച് ജെറീന എഴുതുന്നു. നാമക്കൽ സ്വദേശിയായ കസ്തൂരി കഴിഞ്ഞ 6 വർഷമായി ഇവിടെ തന്നെയാണ്. ബാംഗ്ലൂരിലെ ഒരു കരേജ് ഓണറായ അർജുന എന്നയാളുടെ ഭാര്യ പദവി അവളിപ്പോൾ വഹിക്കുന്നുണ്ട്. അർജുന ഇടയ്ക്കിടെ അവളെ കാണാനെത്തും. ബാംഗ്ലൂരുകാരി തന്നെയായ പ്രേമ 2 വർഷമായി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഏതൊരു പെണ്ണിനേക്കാളും സുന്ദരിയാണ് പ്രേമ. അവൾക്കൊരു കാമുകനുണ്ട്, വെങ്കിടേഷ്. അവന് അവളെ വളരെ ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവളെ കാണാറുണ്ട്. പണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹമാമിലെത്തിയ ഒരാൾ ഞങ്ങളിൽ ഒരാളെ ഈ ഹമാമിലേതല്ല, ബാംഗ്ലൂരിലെ തന്നെ മറ്റൊരു ഹമാം സ്നേഹിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കാൻ അവർ തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞ നാളുകൾക്കകം തന്നെ അവൾ പൊള്ളലേറ്റ് മരിച്ചു. അതൊരു കൊലപാതകമാണെന്ന് സാഹചര്യ തെളിവുകൾക്കുണ്ടെങ്കിലും ആത്മഹത്യയായി എഴുത്തള്ളപ്പെട്ടു. കൊലപാതകിയായ ഭർത്താവ് ദുരന്ത നായകനുമായി പത്രങ്ങൾ സഹതാപം കാട്ടിയത് ഒരു കൊലപാതകിയോട്. മരിച്ചവൾ വഞ്ചകിയായും ചിത്രീകരിക്കപ്പെട്ടു. കാരണം ഒന്നേയുള്ളൂ, കൊല്ലപ്പെട്ടവൾ ഹിജഡയായിരുന്നു എന്നതാണ്. ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളാണ് ജെറീന പങ്കുവയ്ക്കുന്നത്. കോകില എന്നവളുടെ കാര്യം ആലോചിക്കുമ്പോൾ നടുക്കമാവുന്നു. മദ്യപിച്ച് മതോന്മരായ നിരവധി പേർ അവളെ സെക്സ് ചെയ്യാൻ വിളിച്ചു. നിരവധി പേരെ കണ്ടപ്പോൾ അവൾ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ അവളെ കുപ്പിയൊക്കെ പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. പിന്നെ എല്ലാവരും മാറി മാറി ലൈംഗികമായി പീഡിപ്പിച്ചു. ബോധമൊക്കെ നഷ്ടപ്പെട്ട് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അവൾ. ഹിജഡകളെ കാണുമ്പോൾ ഒന്ന് കൈവയ്ക്കണമെന്ന് തോന്നാത്ത സാമൂഹ്യ വിരുദ്ധന്മാർ കുറവാണ്. ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ വൈകാരിക ബന്ധങ്ങളെക്കുറിച്ചാണ് ജെറീന പറയുന്നത്. പ്രണയവും ചൂഷണവും അവരെ ചുറ്റി വലയ്ക്കുന്നു. ആർക്കും ഉപദ്രവിക്കാവുന്ന മനുഷ്യരായി തങ്ങൾ മാറുന്നതിന് പിന്നിലെ രാഷ്ട്രീയത്തെ ഓർത്ത് അവർ വേദനിക്കുന്നു. ട്രാൻസ്ജെൻഡർ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു വിഭാഗം പോലീസുകാരാണെന്ന് നിരവധി ട്രാൻസ്ജെൻഡറുകൾ പറയുകയുണ്ടായി. മനുഷ്യജീവി എന്ന പരിഗണന കൂടി നൽകാത്ത പോലീസ് സ്റ്റേഷൻ അനുഭവത്തെക്കുറിച്ച് ജെറീന ഇപ്രകാരം എഴുതുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നാൽ ഓരോ അവയവങ്ങളും അവർക്ക് പരിശോധിക്കണം. ഗുദത്തിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയായിരിക്കും. പലപ്പോഴും ലാത്തി കടത്തി പരിശോധിക്കാറുണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടാനുസരണം സെക്സ് ചെയ്തു കൊടുക്കണം. അതിന് സമ്മതിച്ചില്ലെങ്കിൽ അടിച്ചും ഇടിച്ചും ബലാത്സംഗം ചെയ്യും. പിന്നെ തെളിയിക്കപ്പെടാത്ത ഏതെങ്കിലും കേസിലെ പ്രതിയായി പേര് ചേർക്കുകയും ചെയ്യും. സിനിമയും ജീവിതവും. മലയാള ചലച്ചിത്രമായ ചാന്ദ് പൊട്ട് എന്ന സിനിമയെക്കുറിച്ച് ജെറീന എഴുതുന്നുണ്ട്. ചാന്ദ് പൊട്ടിലെ രാധയെ പോലെയാണ് ഹിജഡകൾ എന്നൊരു പൊതുധാരണയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഞങ്ങളുടെ പ്രശ്നം രാധയുടേതല്ല. ചെറുപ്പത്തിലെ സ്ത്രീയുടെ രീതികൾ പരിശീലിച്ചതുകൊണ്ട് അദ്ദേഹം സ്ത്രീയെപ്പോലെ പെരുമാറുന്നു എന്നേയുള്ളൂ. ഞങ്ങളുടേത് മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ട്രാൻസ്ജെൻഡറുകളുടെ അവസ്ഥ രാധയുടെ നിന്ന് ഭിന്നമാണെന്നും വളർത്തപ്പെടലല്ല തങ്ങളുടെ പ്രശ്നമെന്നും ജെറീന പറയുന്നു. ട്രാൻസ്ജെൻഡറുകളുടെ അവസ്ഥയെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ നിർമ്മിച്ച ചിത്രമാണ് ചാന്ദ് പൊട്ട്. ആ കാര്യം ജെറീന വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളുടെ വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ അജ്ഞത കൊണ്ടായിരിക്കാം ചിലർ മുൻധാരണകളോടെ ഞങ്ങളെ പരിഹസിക്കാനും ദ്രോഹോപദ്രവമേൽപ്പിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങളിൽ ചിലരുടെ ജീവിത രീതികളും ഈ ധാരണകൾ ശക്തമാക്കാനിടയാക്കിയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളൊന്നുമില്ലാത്തതുകൊണ്ട് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള നികൃഷ്ട ജീവിയായി കണക്കാക്കപ്പെടുന്നതിലുള്ള അപകർഷതാബോധവും അതൊക്കെ മറക്കാനും മറച്ചു വയ്ക്കാനും വേണ്ടി ഞങ്ങളിൽ മിക്കവരും നന്നായി മദ്യപിക്കും. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ലജ്ജയില്ലാതെ സ്ത്രീവേഷമിട്ട് നടക്കുകയും പൊതുസ്ഥലങ്ങളിൽ ആടുകയും പാടുകയും മദ്യപിച്ച് കൂത്താടുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന വർഗം മുഖ്യധാരാ സമൂഹം ഏറ്റവും നികൃഷ്ടമായി കണക്കാക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കാരുണ്യമുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കുക? ഇതൊന്നും മനഃപൂർവ്വമല്ല ചെയ്യുന്നതെന്നറിയുക. ഹിജഡകൾക്ക് ആരും തൊഴിൽ കൊടുക്കുന്നില്ല. സ്ത്രീയാണെന്ന വേചേന ജോലിക്ക് ചേർന്നു കഴിഞ്ഞാൽ
ഹിജഡയാണെന്ന് അറിയുന്ന നിമിഷം സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ആരോട് പരാതി പറയാൻ? നീതിപീഠങ്ങൾ സ്ത്രീ പുരുഷന്മാർക്കുള്ളതാണ്. തൊഴിൽ ലഭിക്കാത്തവർ വലിച്ചിഴക്കപ്പെടുകയാണ്. പാരമ്പര്യ തൊഴിൽ, ഭിക്ഷാടനം, സെക്സ് വർക്ക്, ബദായി, ഹിജഡകൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. സെക്സ് വർക്കിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ആ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബം മുതൽ അധികാരത്തിൻ്റെ എല്ലാ വ്യവഹാര ഇടങ്ങളിൽ നിന്നും തങ്ങൾ ഓടിക്കപ്പെടുകയായിരുന്നു എന്ന് ജെറീന പറയുന്നു. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ വകുപ്പുകൾ ചേർത്താണ് ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ബദലുകളിലേക്ക് നിയമപാലകർ തിരിഞ്ഞു നോക്കുക പോലുമില്ല. എന്നാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു കാരണവും വേണ്ട. ബദായിയും സെക്സ് വർക്കും ഭിക്ഷാടനവും നിർത്തൽ ചെയ്താൽ ഇന്നത്തെ സമൂഹത്തിൽ ഹിജഡകൾ പട്ടിണി കിടന്ന് ചത്തുപോവുകയുള്ളൂ. ആരും തിരിഞ്ഞു നോക്കില്ല. ഹിജഡകളുടെ സഹായത്തിന് സമൂഹമോ നിയമമോ പോലീസോ ഭരണകൂടമോ ആരും തന്നെ എത്തിച്ചേരില്ല. ഞങ്ങൾ പരിത്യാജിക്കപ്പെട്ടവരാണ്, ആർക്കും വേണ്ടാത്തവരാണ്. മുഖ്യധാര സമൂഹത്തിൽ ബോധവൽക്കരിച്ചാൽ മാത്രമേ ഞങ്ങൾക്കിനി രക്ഷയുള്ളൂ. ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ശരിക്കും അറിയാവുന്നവർക്ക് ഒരിക്കലും ഞങ്ങളോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയില്ല. തീർച്ച. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂരിലെ ശിവജി നഗറിലെ സംഗമയുടെ സനോഹറും കൂട്ടുകാരും ആഹാരോത്രം കഷ്ടപ്പെടുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ബാംഗ്ലൂരിലെ ജനങ്ങൾക്കിടയിലെങ്കിലും ഹിജഡകൾ എന്താണ് എന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നതിനെക്കുറിച്ചും ഏതാണ്ടൊരു ധാരണയുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ജനങ്ങളും പോലീസും മാധ്യമങ്ങളും ഞങ്ങളെ ഏറെ സഹിഷ്ണുതയോടെയാണ് കാണുന്നത്. ദൈവത്തിന് നന്ദി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനോഹരനും കൂട്ടുകാർക്കും ഹിജഡകളുടെ മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്ന ഹിജഡയായി പോയതിൻ്റെ പേരിൽ തലകുനിച്ച് നടക്കേണ്ടി വരുന്ന സാഹചര്യമില്ലാത്ത ഒരു ലോകമാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുമോ വസന്തം എന്ന അധ്യായം അവസാനിക്കുന്നത്. റീക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ്സുകളാണ്. എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ സ്വത്ത് നിർമ്മിതിയും ക്ലിയർ സിദ്ധാന്തവും അത് അറിഞ്ഞിരിക്കണം. പിന്നെ ലിംഗപദവിയും ലൈംഗികതയും, പൊതുസമൂഹത്തിൻ്റെ പരമ്പരാഗത ധാരണകൾ, അരികുവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ ജീവിതം, ഹിജഡ കൂട്ടായ്മയും ഹമാമുകളിലെ ജീവിതവും, ലിംഗപദവിയും അധികാരവും, ലൈംഗിക തൃഷ്ണയോടുള്ള ആഭിമുഖ്യം ആദ്യ ഭാഗങ്ങളിൽ, ആത്മനിന്ദയും അപകർഷാബോധവും, സമൂഹം കൽപ്പിക്കുന്ന അതിർവരമ്പുകൾ, പാലായനത്തിൻ്റെ രാഷ്ട്രീയവും ട്രാൻസ്ജെൻഡർ ജീവിതവും, ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, സുരേന്ദ്രൻ്റെ മരണം തീർത്ത വേദന, നാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം, ജീവിതത്തെ വിലയിരുത്തുന്നു. വസന്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, പോലീസിൽ നിന്നുള്ള അതിക്രമങ്ങൾ, സൗഹൃദ വലയങ്ങൾ, പ്രണയസങ്കല്പങ്ങൾ, പുനർജന്മം ഒരു സങ്കല്പമാണ്, വൈകാരികത തലവും ജീവിത വീക്ഷണവും, മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, ആത്മനിന്ദയുടെ സ്വയം വിലയിരുത്തുന്ന ജീവിതം, വരും ജന്മത്തിൽ ഹിജഡയാകരുതേ എന്ന പ്രാർത്ഥന, പൊതുബോധത്തിൽ നിന്ന് ഉദയം ചെയ്ത വീക്ഷണങ്ങൾ, ആത്മകഥാ രചനയിലൂടെ എഴുത്തിടത്തെ നേടിയെടുത്തു. അടുത്തൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ആരുടെ ജീവിതത്തെയാണ് ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ജെറീനയുടെയാണ്. ആരെല്ലാം ചേർന്നാണ് ജെറീനയുടെ ജീവിതകഥ കേട്ടെഴുതിയത്? വിജയൻ കൊടഞ്ചേരി, ബി ഹരിയുമാണ്. ആരുടെ മരണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് വരുമോ വസന്തം എന്ന അധ്യായം അവരാരംഭിച്ചത്? സുരേന്ദ്രൻ. വരുമോ വസന്തം എന്ന അധ്യായത്തിൽ പരാമർശിക്കുന്ന സുരേന്ദ്രൻ ജെറീനയുടെ ആരായിരുന്നു? ജീവിത പങ്കാളിയായിരുന്നു. ജെറീനയുടെ ഗുരുവും അമ്മയും ഒരാളായിരുന്നു. അവരുടെ പേരാണ് മണിലത. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇരുൾ മൂടിയ മുറികളും അതിലെ വൃത്തി കുറഞ്ഞ ജീവിത രീതികളും മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും. എവിടെയുള്ള മുറികളെക്കുറിച്ചാണ് ജെറീന പറയുന്നത്? ഹമാമിലെ കുറിച്ച്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ കേട്ടിട്ടെറിഞ്ഞ് നാട്ടിൽ പോയി ജീവിച്ചാലോ എന്ന് പലതവണ ചിന്തിച്ചതാണ്. ആരാണ് ഇങ്ങനെ ചിന്തിച്ചത്? ജെറീനയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അവരുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞത് ബാംഗ്ലൂരിലെ ജനങ്ങൾക്കിടയിലെങ്കിലും ഹിജഡകൾ എന്താണ് എന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും ഏതാണ്ടൊരു ധാരണയുണ്ടാകും. ആരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? സംഗമയുടെ. 9, ഹിജഡ കൂട്ടായ്മയ്ക്കുള്ളിലെ പ്രധാന തൊഴിലുകൾ എന്തെല്ലാമാണെന്നാണ് ജെറീന പറയുന്നത്? ലൈംഗിക തൊഴിലും ഭിക്ഷാടനവുമാണ്. 10, ഇവിടെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കും. എവിടേക്കാണ്? ഹമാമിലേക്ക്. എവിടെ വെച്ചാണ് സന്ധ്യ എന്ന പേര് മാറ്റി ജെറീന എന്ന പേര് സ്വീകരിക്കുന്നത്? 11, ഹൈദരാബാദിൽ വെച്ച്. 12, ഒരേ ഒരു ജന്മത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം ബന്ധങ്ങളായി? ജ്യേഷ്ഠത്തി, അനുജത്തി, അമ്മ, മകൾ, പുരു, ചേല ബന്ധങ്ങൾ. ആരെക്കുറിച്ചാണ് ജെറീന ഇപ്രകാരം
പറയുന്നത്. അത് മണിലതയെക്കുറിച്ചാണ് ആര് ജെറീന ഇപ്രകാരം പറയുന്നത്. കാരണം മണിലത ശരിക്കും മണിലത എന്ന് പറയുമ്പോഴത്തേക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ, ജെറീനയുടെ ഗുരുവും അമ്മയും ഒരാളായിരുന്നു, അവരുടെ പേര് മണിലത. അതേപോലെയാണ് ഒരേ ഒരു ജന്മത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം ബന്ധങ്ങൾ, ജ്യേഷ്ഠത്തി, അനുജത്തി, അമ്മ, മകൾ, ഗുരു, ചേല ബന്ധങ്ങൾ. ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഇപ്രകാരം പറയുന്നത് മണിലതയെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യം ഒരു ട്രാൻസ്ജെൻഡർ ലോകത്ത് അനുഭവിക്കുന്നതെന്നാണ് ഈ പാഠം വായിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രത്തോളം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ബോധം നൽകുന്ന ഒരു പാഠമായിരിക്കട്ടെ.